നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ജനങ്ങൾ കാത്തിരിക്കുന്ന ഒരു വിധി, അതും 8 വർഷമായി നടക്കുന്ന ഒരു കേസിന്റെ വിധി വരാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. ഈ കേസിന്റെ വിധി വരുമ്പോൾ ദിലീപാണ് ഏറ്റവും ശ്രദ്ധാകേന്ദ്രമാകാൻ പോകുന്നത്. ദിലീപ് ഈ കേസിൽ പ്രതി ചേർക്കപ്പെട്ടതോടെയാണ് ഈ കേസിന് വേറൊരു മാനം തന്നെ വന്നത്. ആദ്യഘട്ടത്തിൽ പൾസർ സുനിയെ പ്രതിയാക്കി, പൾസർ സുനിയും ആ കൃത്യത്തിൽ ഇൻവോൾവ്ഡുമായിട്ടുള്ള ആൾക്കാരെ പ്രതിയാക്കിക്കൊണ്ട് കുറ്റപത്രം സമർപ്പിക്കപ്പെട്ട കേസിൽ പെട്ടെന്ന് ദിലീപിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. സത്യത്തിൽ അന്ന് അറസ്റ്റ് ചെയ്ത് സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിൽ പോലും അതിൽ ദിലീപ് നേരത്തെ പൾസർ സുനി ഭീഷണിപ്പെടുത്തി എന്ന്, പലതവണ ഭീഷണിപ്പെടുത്തി എന്ന് ലോക്നാഥ് ബെഹ്റയെ നേരിൽ കണ്ട് നടത്തിയ സംഭാഷണത്തിലും പരാതിയിലുമൊക്കെ പലതവണ 4 തവണയോളമാണ് അത്തരത്തിൽ ലോക്നാഥ് ബെഹ്റയെ കണ്ട് തന്നെ ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്താനുള്ള ശ്രമം നടത്തുന്നു എന്ന് പറയാൻ വേണ്ടി ലോക്നാഥ് ബെഹ്റയെ കണ്ടതും പരാതി പറഞ്ഞതുമൊക്കെ. പക്ഷെ അതൊന്നും അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്ന മട്ടിൽ പോലീസ് അവിടെയും ഒത്തുകളിച്ചുകൊണ്ട് നടത്തിയ ഒരു റിമാൻഡ് റിപ്പോർട്ട് മുതൽ ഈ വാർത്ത വലിയ ചർച്ചകളിലേക്കാണ് പോയത്. വാദവും പ്രതിവാദവുമായി വലിയ സംഭവമായി മാറിയ ഒരു വാർത്ത. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചില അമിത താല്പര്യം ചില മാധ്യമങ്ങളെങ്കിലും ഈ വിഷയത്തിൽ കാണിച്ചിട്ടുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്കറിയാം, നേരത്തെയൊക്കെ മാധ്യമങ്ങൾ ഗ്യാലറിയിൽ നിന്ന് കളി കാണണം, ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കരുത് എന്നായിരുന്നു നമ്മളൊക്കെ ജേർണലിസം പഠിക്കുമ്പോൾ പഠിക്കുന്നത്. മാധ്യമപ്രവർത്തകർ അങ്ങനെയാവണം എന്നാണ്. എന്നാൽ ഇന്ന് പലപ്പോഴും ഗ്യാലറിയിൽ നിന്ന് ഇറങ്ങി കളിക്കളത്തിലേക്ക് എത്തി അവിടെ കളി നടത്തുന്ന മാധ്യമപ്രവർത്തകരെയാണ് നമ്മൾ കാണുന്നത്. എന്താണ് ഇതിൻ്റെയൊക്കെ മുന്നോട്ടുള്ള പോക്ക്? അല്ലെങ്കിൽ മാധ്യമപ്രവർത്തനത്തിന്റെ വിശ്വാസ്യത പോലും ഇല്ലാതാക്കുന്ന രീതിയിൽ പലപ്പോഴും നിഷ്പക്ഷമായി തുടരേണ്ടിടത്ത്, സത്യത്തിനൊപ്പം നിൽക്കേണ്ടിടത്ത് സെൻസേഷനലിസത്തിന്റെ പുറകെ പായുകയും ചില താല്പര്യങ്ങൾ, വ്യക്തി താല്പര്യങ്ങളും ചില വൈരാഗ്യങ്ങളും ഒക്കെ വാർത്തകളായി വരികയും ചെയ്യുന്നു. ഏതെങ്കിലും ഒരു മാധ്യമം വിചാരിച്ചാൽ ആരെയും പ്രതിയാക്കാം, അല്ലെങ്കിൽ ഒരു നറേറ്റീവ് ക്രിയേറ്റ് ചെയ്ത് സമ്മർദ്ദത്തിലാക്കി പോലീസിനെയും ജുഡീഷ്യറിയെയും സമ്മർദ്ദത്തിലാക്കാം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. പക്ഷേ ഈ കേസിൽ വളരെ പ്രധാനമായി നമ്മൾ കാണേണ്ടത്, ജുഡീഷ്യറിയെ സമ്മർദ്ദത്തിലാക്കാൻ ഒരു കൂട്ടം ആൾക്കാർ ചേർന്ന് വലിയ പരിശ്രമമാണ് നടത്തിയത് എന്നുള്ളതാണ്. അത് ചിലപ്പോൾ അറിഞ്ഞോ അറിയാതെയോ ബോധപൂർവമോ മാധ്യമങ്ങൾ ക്രിയേറ്റ് ചെയ്ത ആ ഒരു വലിയ നറേറ്റീവ് കൊണ്ടോ എന്താണ് കാര്യമെന്ന് മനസ്സിലാവുന്നില്ല. ഏതായാലും ദിലീപ് പലരുടെയും ടാർഗറ്റ് ആയിരുന്നു. ആ ടാർഗറ്റ് പ്രകാരം വലിയ രീതിയിൽ ദിലീപ് തന്നെയാണ് CBI അന്വേഷണം വേണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കോടതിയിലേക്ക് പോയത്. കാരണം കേരളത്തിലെ പോലീസിൽ നിന്ന് നീതി ലഭിക്കില്ലെന്നും ഇതിലെ കൃത്യമായ വിവരങ്ങൾ ലഭ്യമാകണമെന്നും പോലും ദിലീപ് ആ ഘട്ടത്തിൽ വിചാരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് കോടതിയിലേക്ക് പോയത്. ഏതായാലും ഈ കേസ് ഇവിടെ കൊണ്ട് തീരും എന്ന് തോന്നുന്നില്ല. ഇനി ദിലീപിനെ വെറുതെ വിട്ടാലും അടുത്ത മേൽക്കോടതികളിലേക്ക് വലിച്ചിഴക്കപ്പെടുകയും അങ്ങനെ വീണ്ടും 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 ഈ കേസ് ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകാനുള്ള ശ്രമം നടത്തുകയും ചെയ്യുന്ന കാര്യത്തിൽ സംശയമില്ല. തന്റെ നിരപരാധിത്വം തെളിയണമെന്നുള്ളത് കൊണ്ടാണ് ദിലീപ് പലതവണ ഇത്തരത്തിൽ CBI കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന വാദമൊക്കെ ഉയർത്തി നമുക്കറിയാം. ഏതായാലും ഈ കേസിന്റെ ആദ്യ കേസിൽ ആ കേസ് അവസാന ഘട്ടം എത്തുമ്പോൾ വീണ്ടും ദിലീപിന്റെ പാളയത്തിലുണ്ടായിരുന്ന ഒരു ശത്രു ദിലീപിനെതിരെ രംഗത്ത് വന്നു. യാതൊരു തത്വദീക്ഷയുമില്ലാത്ത കള്ളം പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള നറേറ്റീവ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ചാനലുകളെല്ലാം കയറി ഇറങ്ങിയെങ്കിലും ദിലീപിനോട് ദേഷ്യമുണ്ടായിരുന്ന ഒരു ചാനൽ ഈ വാർത്ത ചെയ്യുകയും ആ വാർത്ത വലിയ രീതിയിൽ, അപ്പോ ദിലീപിനെ ശിക്ഷിക്കാൻ നിന്നിരുന്നവർക്ക് വലിയ രീതിയിൽ, ദിലീപിനെ ഇല്ലാതാക്കാൻ നിന്നവർക്ക് ഊർജം നൽകുന്ന രീതിയിലേക്ക് അയാൾ മാറുകയും ചെയ്തു. എന്നാൽ കാലാന്തരത്തിൽ അയാൾ മരണപ്പെട്ടു എങ്കിൽ പോലും അയാളെ സംബന്ധിച്ച് അയാൾ മറ്റൊരു സ്ത്രീയെ പീഡിപ്പിച്ചതുമായി ബന്ധപ്പെട്ട ഒരു കേസ് വരികയും അയാളുടെ വിശ്വാസം തകരുകയൊക്കെ ചെയ്ത് നമ്മൾ സമൂഹത്തിൽ കണ്ടതാണ്. ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏതായാലും വിധി വന്നു കഴിഞ്ഞിട്ട് ചില കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. അത് വിധി വന്നതിന് ശേഷം പറയാം എന്നാണ് വിചാരിക്കുന്നത്. വിധി വന്ന് കഴിഞ്ഞ ശേഷം എന്തായാലും ചില കാര്യങ്ങൾ ഭാരത് ലൈവിനും പറയാനുണ്ട്. കാരണം ആദ്യഘട്ടം മുതൽ ഈ കേസിനെ ഇഴകീറി പരിശോധിച്ച് ഈ കേസിന്റെ സത്യസന്ധമായ വിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചൊരു ചാനലാണ് ഭാരത് ലൈവ്. ആ ഞങ്ങളെപ്പോലും കൊടുക്കാനുള്ള ചില ശ്രമങ്ങൾ ഇതിനിടയിൽ നടത്തി എന്നുള്ളത് സത്യമായ കാര്യമാണ്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്തോ ഒളിക്കാനും മറയ്ക്കാനും അന്വേഷണ സംഘത്തിനുണ്ട് എന്ന് വ്യക്തമാകുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ നിർണായകമാകാൻ പോകുന്ന ഒരു വിധി വരാൻ പോകുമ്പോൾ ഭാരത് ലൈവ് പിന്നീട് ആ വിഷയവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതുമായിരിക്കും. ഏതായാലും വളരെ കൃത്യമായി ഈ കേസിൽ പ്രോസിക്യൂഷൻ തെളിവുകൾ നൽകിയിട്ടുണ്ടെങ്കിൽ, കാരണം ആ ജഡ്ജിയെ പോലും നമുക്കറിയാം, ഒരു കേസുമായി ബന്ധപ്പെട്ട് ആദ്യമായാണ് ഒരു ജഡ്ജിയെ പോലും ഇങ്ങനെ വലിച്ചഴക്കുന്നത്. ഇന്നലെ മുതൽ ഏതോ കേന്ദ്രത്തിൽ നിന്ന് ഇപ്പോൾ മുഴുവൻ എല്ലാ സോഷ്യൽ മീഡിയയിൽ ഇവരെ അനുകൂലിക്കുന്ന, ഈ കേസിലെ അതിജീവിതയെ അനുകൂലിക്കുന്ന പലരും ഇപ്പോൾ ജഡ്ജിക്കെതിരെയാണ് തിരിഞ്ഞിരിക്കുന്നത്. ജഡ്ജി ഒരു ഘട്ടത്തിൽ പറഞ്ഞു, നിങ്ങൾ പറയുന്നത് എഴുതിയെടുക്കുന്ന സ്റ്റെനോഗ്രാഫറുടെ പണിയല്ല എനിക്കെന്ന്. കോടതിയിൽ ഒരു കേസ് വരുമ്പോൾ ആ കേസിൽ വളരെ കൃത്യമായി തന്നെ വിചാരണ നടക്കുന്ന വേളയിൽ ജഡ്ജിക്ക് സംശയമുള്ള ചോദ്യങ്ങൾ ജഡ്ജി ചോദിക്കും.
അതിനിടയിൽ ഒന്നും ചോദിക്കരുത്, താൻ പറയുന്നതെല്ലാം എഴുതിയെടുത്തുകൊണ്ട് പോകണമെന്ന് പറഞ്ഞാൽ നടക്കില്ല. അതിപ്പോ ഞാനാണെങ്കിലും സംശയമുള്ള, ഇപ്പൊ ഞാനാണ് ആ സ്ഥാനത്തെങ്കിൽ തീർച്ചയായും നമുക്ക് സംശയം വരുമ്പോൾ ക്രോസ് ചെക്ക് ചെയ്യില്ലേ, പ്രത്യേകിച്ച് ഇത്രയും സെൻസിറ്റീവായ ഒരു കേസിൽ തീർച്ചയായും ചോദിക്കും. അപ്പോ തന്നോട് ചോദ്യങ്ങൾ ചോദിച്ചത് കൂടിപ്പോയി, തന്നോട് അത് ചോദിക്കരുതായിരുന്നു, ഇത് ചോദിക്കരുതായിരുന്നു എന്നൊക്കെ പറയാൻ ആർക്കാണ് അവകാശമുള്ളത്? ലോകത്ത് ഒരു അതിജീവതയ്ക്കുമില്ലാത്ത പ്രിവിലേജ് ഈ അതിജീവതയ്ക്കുണ്ട് എന്ന വാദമാണ് കേരളത്തിലെ പൊതുസമൂഹവും ചില ആൾക്കാരെങ്കിലും, പൊതുസമൂഹം എന്ന് മൊത്തത്തിൽ പറഞ്ഞുകൂടാ, പൊതുസമൂഹത്തിലെ ചില ആൾക്കാരെങ്കിലും മുന്നോട്ട് വെക്കുന്നത്. അവർ വിചാരണയ്ക്ക് വനിതാ ജഡ്ജി വേണമെന്ന് അവരുടെ ആവശ്യപ്രകാരമാണ് വനിതാ ജഡ്ജിയെ നൽകിയത്. ആ വനിതാ ജഡ്ജി വന്നപ്പോൾ മുതൽ ആ വനിതാ ജഡ്ജിക്കെതിരെ അവരുടെ കുടുംബത്തെയും അവരുടെ ഭർത്താവിനെയും അവരുടെ ബാക്കിയുള്ള കാര്യങ്ങൾ, സാധാരണഗതിയിൽ ഇത്തരത്തിൽ ഓരോ കേസുകളിലും അങ്ങനെ വലിച്ചിഴക്കപ്പെടാറില്ല. എന്നാൽ ഈ കേസിൽ അവരെ പോലും അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ, ജഡ്ജിയെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ വളരെ വലിയ ശ്രമങ്ങൾ ഉണ്ടായി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വളരെ സത്യസന്ധമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു ജഡ്ജിയെ അവരുടെ ഇഷ്ടത്തിന്, അതായത് പ്രോസിക്യൂഷന്റെയും ഇരയുടെയും ഒക്കെ ഇഷ്ടത്തിന് നിന്നില്ല എന്ന ഒറ്റ വാദം ഉയർത്തിക്കൊണ്ട്, അവർ പറയുന്നതെല്ലാം എഴുതി വെച്ചില്ല, അല്ലെ അവർക്ക് അനുകൂലമായി മാത്രം ചിന്തിച്ചില്ല എന്ന ഒറ്റ വാദം ഉയർത്തിക്കൊണ്ട് വലിയ രീതിയിലുള്ള പ്രകടനങ്ങൾ, വലിയ രീതിയിലുള്ള ഒരു നറേറ്റീവ് ക്രിയേറ്റ് ചെയ്യാനുള്ള ശ്രമം നടത്തി. ഏതായാലും അതിലേക്ക് അതിജീവിച്ചുകൊണ്ടാണ് മുന്നോട്ട് ഈ ജഡ്ജി അടക്കം പോയിട്ടുള്ളത്. ആ ജഡ്ജി തന്നെ വിധി പറഞ്ഞാൽ മതി എന്ന് ഉള്ള ഒരു തീരുമാനം സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. അതുകൊണ്ട് തന്നെയാണ് ട്രാൻസ്ഫറായി പ്രൊമോഷനായി പോയിട്ട് പോലും ആ ജഡ്ജി ഈ കേസിന്റെ വിധി പറയാനായി ആ കോടതിയിൽ തന്നെയുള്ളത്. ഏതായാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ കേസിൽ ദിലീപിന്റെ നിരപരാധിത്വം തെളിയാനുള്ള സാധ്യതയാണ് കൂടുതലെന്നുള്ളത് ആണ്. കാരണം ഇന്നലെ മുതൽ ഈ മറ്റുള്ള അതിജീവതയുടെ അഭിഭാഷകയുടെയും അതിജീവതയുമായി ബന്ധപ്പെട്ടുള്ളവരുടെയും ഒക്കെ ഒരു പ്രകടനം കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് തന്നെയാണ്. അതിൽ നിന്ന് തങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല, ഇത് മറ്റേന്തെങ്കിലുമൊക്കെ ഇൻഫ്ലുവൻസ് കൊണ്ടാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമായിരുന്നു നടത്തിയത്. ഇപ്പൊ ചില പ്രതികളൊക്കെ കോടതിയിൽ ഹോസ്റ്റൈലായ കാര്യം പറയുമ്പോൾ പോലീസ് മനഃപൂർവ്വം ഹോസ്റ്റൈലാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ പ്രതിയാണോ ഇവരെന്ന് സംശയം തോന്നും. കാരണം നാളെ കേസിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഇവരൊക്കെ ഹോസ്റ്റൈലായി പോയത് കൊണ്ടാണെന്ന് പറയാൻ ശ്രമിക്കുകയാണ്. അതായത് ദിലീപിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ നാദിർഷ, ഇനി അഥവാ അങ്ങനെ കൃത്യം നടന്നാൽ പോലും നാദിർഷ ഒരിക്കലും ദിലീപിനെ ഒറ്റില്ല എന്ന് എല്ലാവർക്കും അറിയാം. കാവ്യമാധവന്റെ പിതാവ്, ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് ഹോസ്റ്റൈലായി എന്ന് പറയുന്നത്. അവരൊക്കെ സാധാരണഗതിയിൽ അവരോടൊക്കെ പറഞ്ഞ് മൊഴി എഴുതി വാങ്ങിക്കാൻ നടത്തിയ ശ്രമങ്ങൾ, അല്ലെങ്കിൽ വെളിയിലുണ്ടായിരുന്ന ഗൾഫിലെവിടെയോ ഉണ്ടായിരുന്ന ആ സമയത്ത് നാദിർഷായെ വിളിച്ചിട്ട് തനിക്കൊരു കയ്യബദ്ധം പറ്റി എന്ന് പറയണമെന്ന് പറഞ്ഞിട്ടാണ് ആ അന്വേഷണ സംഘം മൊഴിയെടുക്കാൻ അങ്ങോട്ട് പറഞ്ഞ് അങ്ങനെ എഴുതി തന്നാൽ മതി എന്നാണ് പറഞ്ഞത്. ഏതായാലും അത് കോടതിയിലെത്തും. നമുക്കറിയാം പോലീസ് മൊഴിയെടുക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം. കേരളത്തിലെ പോലീസിനെ സംബന്ധിച്ച് എനിക്ക് എതിരഭിപ്രായമൊന്നുമില്ല, നല്ല പോലീസുകാരുണ്ട്. പക്ഷെ പലപ്പോഴും പല സമ്മർദ്ദങ്ങൾക്ക് അടിമപ്പെട്ടാണ് പലരും ജോലി ചെയ്യുന്ന കാര്യത്തിൽ സംശയമില്ല. ഇത്തരത്തിലുള്ള പല കേസുകളും കേരളത്തിൽ ഉണ്ടാകുന്നുമുണ്ട്. കാരണം അന്വേഷണ സംഘാംഗങ്ങളെ അത്തരത്തിൽ തങ്ങളുടെ പരിധിയിൽ നിർത്താൻ രാഷ്ട്രീയ പ്രവർത്തകരും അതുപോലെ തന്നെ പവറുള്ള ആൾക്കാരും ചില സംഘടിത ശ്രമങ്ങളൊക്കെ നടത്താറുണ്ട്. അത്തരത്തിലുള്ള ശ്രമങ്ങളുടെ ഭാഗമായി ചില കേസുകൾ അടുത്ത കാലത്തായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ കോടതി മാത്രമാണ് സത്യസന്ധമായി ഒരു തരത്തിലെങ്കിലും തീരുമാനമെടുക്കുന്നത്. അത്തരത്തിൽ തീരുമാനമെടുക്കാതിരിക്കാൻ കോടതിക്കും കഴിയില്ല. കാരണം ഈ കേസ് മുമ്പോട്ട് പോകുമ്പോൾ അത്തരത്തിലുള്ള കൃത്യമായ തെളിവുകളില്ലെങ്കിൽ തീർച്ചയായും അത് ജഡ്ജിക്കും ബുദ്ധിമുട്ടാകും എന്നുള്ളത് കൊണ്ട് തന്നെ അവർ വളരെ കൃത്യമായി തന്നെ ആ വിഷയത്തിൽ തീരുമാനമെടുക്കും. ഇവിടെ നമുക്കറിയാൻ സാധിക്കുന്ന പ്രോസിക്യൂഷൻ കൃത്യമായ തെളിവ് കൊടുത്തിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത്. പക്ഷെ കൃത്യമായ തെളിവ് പ്രോസിക്യൂഷൻ കൊടുത്താൽ ഒരു കേസിലും ആരെയും അറസ്റ്റ് ചെയ്യാതിരിക്കാനോ അല്ലെങ്കിൽ ആരെയും ശിക്ഷിക്കാതിരിക്കാനോ കഴിയില്ല എന്ന് നമുക്കറിയാം. രണ്ടാമത്തെ കേസ്, അതായത് ബാലേന്ദ്രകുമാർ വന്ന് പറഞ്ഞ കേസിൽ ഒരു ദിവസം പോലും ദിലീപിന് ജാമ്യം നിഷേധിക്കാനുള്ള വകുപ്പുകളില്ല എന്ന് അന്നു മുതൽ പറഞ്ഞുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. തീർച്ചയായും ദിലീപിന് ജാമ്യ ഹർജി കോടതിയുടെ മുന്നിൽ വന്നപ്പോൾ പോലും വളരെ കൃത്യമായി അതിന് മുമ്പ് മുതൽ തന്നെ ഞാൻ പറയുന്നുണ്ട്, ഈ കേസിൽ മെറിറ്റില്ലാത്ത കേസാണ്, ഈ കേസ് യാതൊരു തരത്തിലും മെറിറ്റുള്ള കേസിലായിരുന്നു. ഏതായാലും ബാലേന്ദ്രകുമാർ ഇതുപോലെ തന്നെ ബാലേന്ദ്രകുമാർ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അല്ലെങ്കിൽ ബാലേന്ദ്രകുമാർ ഇന്ന് ഇപ്പോൾ ചാനലുകളിലൊക്കെ നടന്ന് ഇന്റർവ്യൂ കൊടുക്കേണ്ട ആളാണ്. ഏതായാലും പൾസർ സുനിയുടെ വീട്ടിൽ കാവൽ നിൽക്കുകയാണ് ആൾക്കാരെന്നാണ് തോന്നുന്നത്. മറ്റൊരു കേസിലെ പ്രതികൾക്കും ഇല്ലാത്ത ആനുകൂല്യം പൾസർ സുനിക്കും കിട്ടുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെ പൾസർ സുനിയുടെ അഭിഭാഷകൻ പറയുന്നത് കേട്ടു, പൾസർ സുനി ഈ കേസിലില്ലാതെ. പൾസർ സുനി ഈ കേസിലില്ലെങ്കിൽ ദിലീപ് ഈ കേസിൽ എങ്ങനെയാണ് ദിലീപിനെ ഡ്രാഗ് ചെയ്യാൻ കഴിയുന്നത്? ഏതായാലും ഈ കേസിൽ പരാജയ ഭീതി മണത്തിട്ടുണ്ട് എന്ന അഭിഭാഷകരുടെയും അതുപോലെ തന്നെ അവരെ അനുകൂലിക്കുന്നവരുടെയും ഒക്കെ വാക്കുകളിൽ നിന്നും ജഡ്ജിയെ ആക്രമിക്കാൻ നടത്തുന്ന ശ്രമത്തിൽ നിന്നും ഇന്നലെ മുതൽ തന്നെ നറേറ്റീവ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പലരും പറഞ്ഞത് ചിലപ്പോൾ ഒരുപക്ഷെ ഈ പ്രതി വിട്ടുപോയേക്കാം, 8ാം പ്രതിയെ ശിക്ഷിക്കുമോ എന്നറിയില്ല എന്ന് പറയുന്നുണ്ട്. ഏതായാലും ഒരു കാര്യം സത്യമാണ്, ഇതിൽ സത്യം മാത്രമേ ജയിക്കാൻ പാടുള്ളൂ. ഏത് കാര്യത്തിലാണെങ്കിലും ഇത്തരം കേസുകളിൽ നമ്മുടെ വ്യക്തിവൈരാഗ്യമോ നമ്മുടെ ഏതെങ്കിലും താല്പര്യങ്ങളോ സ്വാധീനിക്കപ്പെടരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ എനിക്ക് വ്യക്തിവൈരാഗ്യമുള്ള ഒരാളെയും തീർക്കാനോ അല്ലെങ്കിൽ അത്തരത്തിൽ വാർത്ത എൻ്റെ ചാനലിലൂടെ ഞാൻ സംപ്രേഷണം ചെയ്യില്ല.
അത്തരത്തിൽ ആരോടെങ്കിലുമുള്ള എൻ്റെ വ്യക്തിവൈരാഗ്യം തീർക്കാനുള്ള പ്ലാറ്റ്ഫോം അല്ല ഇതെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. സത്യസന്ധമായ ജേർണലിസത്തിന് വേണ്ടി വളരെ കൃത്യമായി നിലകൊള്ളുകയും അതുപോലെ തന്നെ കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് സെൻസേഷനലിസം ക്രിയേറ്റ് ചെയ്യാതെ മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇന്നലെ ഞാൻ ചെയ്ത വാർത്തയിലും പലരും എന്നോട് ചോദിക്കുന്നുണ്ട്, ദിലീപിന്റെ കയ്യിൽ നിന്ന് എത്ര കാശ് കിട്ടിയെന്നോ, കോടികൾ കിട്ടിയെന്നൊക്കെ. ഏതായാലും കോടികളൊന്നും കിട്ടിയിട്ടില്ല. എനിക്ക് കടം മാത്രമാണ് ഇന്നും ബാക്കി. ഒരു കോടിയും ആരുടെ കയ്യിൽ നിന്നും വാങ്ങിച്ചിട്ടില്ല. ഏത് അന്വേഷണ ഏജൻസിക്കും ഏതെങ്കിലും തരത്തിലുള്ള ഫിനാൻഷ്യൽ ബെനിഫിറ്റ് എനിക്കുണ്ടായിട്ടുണ്ടോ, ഈ കാലഘട്ടങ്ങളിലെല്ലാം ഏതെങ്കിലും തരത്തിലുള്ള ഫിനാൻഷ്യൽ ബെനിഫിറ്റ് എനിക്കുണ്ടായിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് അന്വേഷിക്കാവുന്നതാണ്. ആ കാര്യത്തിൽ ഒരു സംശയമില്ല. ഏത് അന്വേഷണത്തോട് സഹകരിക്കുകയും ചെയ്യും എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം എനിക്ക് ദിലീപിനെ അറിയുകയോ ദിലീപുമായി ഏതെങ്കിലും കോണ്ടാക്ട് ഉള്ള ആളോ ദിലീപിന്റെ സുഹൃത്തുക്കളുമായി ഏതെങ്കിലും കോണ്ടാക്ട് ഉള്ള ആളോ ഒന്നുമല്ല ഞാൻ. അതുകൊണ്ട് തന്നെ എനിക്ക് വ്യക്തമായും കൃത്യമായും പറയാൻ കഴിയും, ഈ വാർത്തയുടെ മെറിറ്റ് നോക്കി മാത്രം, ഈ വാർത്തയുടെ കൃത്യമായി ഇഴകീറി പരിശോധിച്ച ശേഷം മാത്രം ഞാൻ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തതാണ്. എനിക്ക് ദിലീപുമായി ബന്ധപ്പെട്ട് വല്ലപ്പോഴും ഞാൻ വിളിക്കുന്ന ദിലീപുമായി പരിചയമുള്ള ഒരാളെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ബി രാമൻപിള്ള മാത്രമാണ്. അദ്ദേഹത്തെ ഇപ്പോഴല്ല, നേരത്തെയും ഒരു ജേർണലിസ്റ്റായി ജോലി ചെയ്യുന്നതുകൊണ്ട് തന്നെ വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് പരിചയമുള്ള ആളാണ് അദ്ദേഹം. അതുകൊണ്ട് കേസുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ശേഖരിക്കാനും അത് വിഷയങ്ങൾ പഠിക്കാനും ഒക്കെയായി എന്തെങ്കിലും സംശയമുള്ളെങ്കിലൊക്കെ അദ്ദേഹത്തെ വല്ലപ്പോഴും വിളിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് ഒരു ബന്ധവും ആരുമായില്ല. ആ കാര്യത്തിൽ എനിക്ക് തുറന്നു പറയാൻ ഒരു മടിയുമില്ല.